ഇടുക്കിയിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത വരുന്നു. ഇടുക്കി മുള്ളരിങ്ങാട് അമയിൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ്, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ ഇപ്പോൾ മരിച്ചു എന്ന് കേൾക്കുന്നു. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എങ്ങനെയാണ് ഈ സംഭവം നടന്നത്? ഡോക്ടർ അരുൺകുമാർ, അല്പം മുമ്പാണ് നമുക്ക് ഇദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. തൊടുപുഴയിലെ ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കുകളോടെയായിരുന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹി എന്ന് പറയുന്ന 22-കാരനാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഈ മുള്ളരിങ്ങാടിന് സമീപത്ത് ഒരു തേക്കൻ കൂപ്പുണ്ട്. അവിടെ ഈ പശുക്കളെ അഴിച്ചുവിട്ട് മേയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാൻ വേണ്ടി എത്തിയപ്പോഴാണ് കാട്ടാനയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടാണ് ഇയാൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തുകയും ഈ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ഇയാളെ തൊടുപുഴയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വിദഗ്ധ ചികിത്സയടക്കം നൽകിയിരുന്നുവെങ്കിൽ പോലും അല്പം മുമ്പ് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത്. വലിയ രീതിയിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഒരു മേഖലയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ. ഈ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന പ്രദേശം അമയിൽ തൊട്ടിയല്ലേ, അത് ഏത് പ്രദേശമായി വരും സന്ദീപ്? തൊടുപുഴയ്ക്കടുത്താണ്. തൊടുപുഴയ്ക്കടുത്ത് ഏതാണ്ട് വണ്ണപ്പുറം പഞ്ചായത്തിൽ വരുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വലിയ ഒരു വനപ്രദേശമല്ല എന്നുള്ളതാണ്. ഒരു കൂപ്പ് അവിടെ ഉണ്ട്. ഓക്കെ സന്ദീപ്, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് തൊടുപുഴ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഈ അമർ ഇലാഹിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തേക്കിൻകുപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നറിയുന്നു. രണ്ടുപേരുണ്ടായിരുന്നുവെന്നും കേൾക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ കുടിയേറ്റ പ്രദേശമാണ് ഈ മുള്ളരിങ്ങാട്. ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ്. കോതമംഗലത്ത് നിന്നും ഇടുക്കി കട്ടപ്പന കുമിളിയിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ സ്ഥലം. ഈ പ്രദേശത്താണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു കൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോകുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. 22 വയസ്സുകാരൻ ഇപ്പോൾ മരിച്ചു എന്ന വാർത്ത എത്തുന്നത്. വളരെ